ഹലോ, എല്ലാവർക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ ഡേ 9ലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഒരു വീക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞപ്പം എനിക്ക് അത്യാവശ്യം നല്ലോണം എൻ്റെ മുടി ഒന്ന് മാനേജബിളായിട്ട്. കാരണം നമ്മൾ കഴിഞ്ഞ വീക്ക് ഫുൾ നമ്മൾ അലോവേര ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ പാക്കും കാര്യങ്ങളും സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. കുറച്ച് ഒരു ഡാൻഡ്രഫ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, അലോവേര യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മുടി നല്ല പട്ട് പോലെയാകും. എന്ന് വെച്ചാൽ നന്നായിട്ട് മാനേജബിൾ ആകും നമ്മുടെ മുടി. അപ്പോൾ അത് തന്നെ കാണാൻ തന്നെ ഒരു രസമാണ്. അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ കെട്ടുകളൊന്നും ഇപ്പം കിട്ടുന്നില്ല. മുടി നന്നായിട്ട് സ്ട്രെയിറ്റ് ആയ പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അലോവേര വിട്ടൊരു കളിയില്ല. ഇത്തവണത്തെ ഹെയർ പാക്കുകളൊക്കെ നമ്മൾ അലോവേരയിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഒരു ചലഞ്ച് തന്നെ കൂടുതലും അലോവേര ചലഞ്ച് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അത്രത്തോളം ബെനിഫിറ്റുള്ളൊരു സംഭവമാണ് അലോവേര. അപ്പോൾ അതിനോടൊപ്പം ഇന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ നെല്ലിക്കയാണ് കേട്ടോ, പച്ച നെല്ലിക്ക. അപ്പോൾ നിങ്ങൾക്ക് ഇനി നെല്ലിക്ക ഫ്രഷായിട്ട് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു 3 നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 3ഉം അതുപോലെ തന്നെ അതിനോടൊപ്പം ഈക്വലായിട്ട് അലോവേര ജെല്ലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവ രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളൊരു വാട്ടറി കൺസിസ്റ്റൻസി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതിങ്ങനെ ഒഴുകി പോകണത്, അല്ലാതെ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം എന്താ പറയുക, ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന നെല്ലിക്ക വൈറ്റമിൻ സി റിച്ചാണ്. അതുപോലെ തന്നെ പണ്ട് കാലം തൊട്ടേ എല്ലാവരും ഏറ്റവും കൂടുതൽ മുടി കെയർ ചെയ്യുന്നതിന് എണ്ണ കാച്ചുന്ന കാര്യങ്ങളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ അകമേ കഴിക്കുന്നതാണെങ്കിലും ഒക്കെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ ലേഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നെല്ലിക്ക അത്രയും നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കും. എന്താ പറയുക, നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഈ ആരോഗ്യം ആണല്ലോ, നല്ല ആരോഗ്യമാണ് നമ്മുടെ മുടിയിലൊക്കെ കാണുന്നത്. അപ്പോൾ ആ ഒരു മുടി വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്ന കാര്യമാണ് ഈ ഒരു നെല്ലിക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അലോവേരയും ഒരുപാട് റിസോഴ്സസ് ഉള്ള ഒരു ഇതാണ് കേട്ടോ അലോവേര. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമ്മുടെ മുടി വളർച്ചയ്ക്ക്, ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണത്തെ ഇത്തവണത്തെ അല്ലെങ്കിൽ ഈ വീക്കിൽ നമ്മൾ ഇതിനോടൊപ്പം നെല്ലിക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പാക്ക്. നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട്, മുടി വളർച്ച പുതിയ മുടികൾ കിളിർത്ത് വരാനാണെങ്കിലും നമ്മുടെ മുടിക്ക് നല്ലൊരു കളറ് കൊടുക്കാനാണെങ്കിലും അകാല നരയ്ക്കും ഒക്കെ, അകാല നരയൊക്കെ വരുന്നതിനെ ചെറുക്കുന്നതിനും, അല്ലെങ്കിൽ ഇനി നമുക്ക് ഇപ്പം ഈ നര കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ടും, പിന്നെന്താ നമുക്ക് പുതിയ മുടികൾ അങ്ങനത്തെ നരച്ചിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കും കൂടിയിട്ടാണ് ഇത്. അപ്പോൾ അത്രയ്ക്കും ബെനിഫിറ്റുള്ളൊരു പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിത് അരച്ചിട്ട് ഇങ്ങനെ ഒരു പാക്ക് പോലെ ആക്കി എടുക്കുന്നില്ല, പകരം അരിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു പാക്ക് ആക്കാതെ ഇത് അതിൻ്റെ ഒരു സത്ത് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ തവണയും ചെയ്യണ പോലെ തന്നെ സ്കാൽപ്പിൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ഇൻവേർഷൻ മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തലേന്ന് നൈറ്റ് സ്കാൽപ്പിൽ മാത്രം ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്ത്തിലേക്കൊന്ന് ഓയിലിട്ട് കൊടുത്ത് ഇൻവേർഷൻ മെത്തേഡും കൂടി ചെയ്തിട്ട് ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചലഞ്ച് എടുക്കുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം നൈറ്റ് നിങ്ങൾക്ക് ഓയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കറ്റ് കൊടുക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുൻപായിട്ട് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്ത്തിലേക്കും ഓയിൽ വെച്ച് കൊടുക്കുക. വളരെ കുറച്ച് ഓയിൽ കേട്ടോ.
വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇൻവേർഷൻ മെത്തേഡ് നിങ്ങൾക്ക് ഏത് സമയം നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ ചെയ്തെടുക്കാം, ഉച്ചയ്ക്കോ വൈകുന്നേരമോ കിടക്കുന്നതിന് മുൻപ് ഏത് സമയം നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ഒരു നേരത്തെ ആ ഒരു ഇൻവേർഷൻ മെത്തേഡും കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നമുക്ക് നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. മുടി കൊഴിച്ചിൽ അകറ്റാൻ പറ്റും. മുടിയുടെ ആ ഒരു കൊഴിഞ്ഞു പോയ മുടിയുടെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനും മുടിയുടെ ഉള്ളിൽ തിരികെ കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റിസൾട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ കുഴപ്പമില്ല. എന്തൊക്കെയാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെയാണ് മൊത്തത്തിലുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പം ഞാൻ ദേ ഫുള്ളായിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു സെക്ഷൻസായിട്ട് എടുത്ത് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ എൻ്റെ നെറ്റ് കീറലിൻ്റെ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയുടെ ലെങ്ത്തിലേക്കൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല, സ്കാൽപ്പിൽ മാത്രം മതി ഈ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എൻ്റെ ഒരു ശീലം, അതായത് വെറുതെ ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എല്ലായിടത്തും എത്തിയെന്ന് ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് മുടി കൊഴിച്ചിലുള്ള ആൾക്കാരൊന്നും ഈ ഒരു പരിപാടി ചെയ്യല്ലേ, കാരണം മുടി ഇഷ്ടംപോലെ നമ്മുടെ കയ്യിൽ വരും. അപ്പോൾ ബാക്കി വന്നതൊക്കെ ഞാൻ സ്കാൽപ്പിൽ ആ ഒരു സെൻട്രൽ പോർഷനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് മസാജും കൂടി ചെയ്ത് കൊടുത്ത് മുടി മേലെ കെട്ടി വെച്ചു. എന്നിട്ടൊരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം മുടി നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തു കേട്ടോ. ഷാമ്പോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട, വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ.